നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പ്ലഗിങ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതായത് സ്കെച്ചപ്പിൽ നമുക്ക് എങ്ങനെ ഒരു ഡോട്ടഡ് ലൈൻ കൊടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. എങ്ങനെ ഡോട്ടഡ് ലൈൻ കൊടുക്കാം എന്നുള്ളത് ഞാൻ മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു ലൈൻ കൊടുത്തിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിനിടയ്ക്കുള്ള ലൈൻസ് നമ്മൾ മാച്ച് കളയും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്ത ഇത് ഒന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ലൈൻ കൊടുത്ത് അതിനിടയ്ക്കുള്ള ലൈനുകൾ ഡിവൈഡ് ചെയ്തിട്ട് മാച്ച് കളഞ്ഞ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ ലൈൻ ഫുള്ളായിട്ട് മായ്ക്കണമെന്നുണ്ടെങ്കിൽ ഈ ഇടയിലുള്ള നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാത്ത ലൈനുകളെല്ലാം നമ്മളിങ്ങനെ ഇറേസർ ഉപയോഗിച്ച് മായ്ക്കേണ്ട ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വരാതെ ഓട്ടോമാറ്റിക്കലായിട്ട് തന്നെ അത് ഗ്രൂപ്പ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്ലഗിങ്സ്. ആ പ്ലഗിങ്സിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഡോട്ടഡ് ലൈൻ വരും. എന്നിട്ട് അത് ഗ്രൂപ്പ് ആവും. നമുക്കത് വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് ആ സെറ്റോട് കൂടി നമുക്കങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അങ്ങനെയുള്ള ഒരു പ്ലഗിങ്സ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ് സമയം കളയാതെ നമുക്ക് നേരെ കമ്പ്യൂട്ടറിൻ്റെ അടുത്തേക്ക് പോകാം. സ്കെച്ചപ്പ് ഫയൽ ഇവിടെ ഓപ്പണായി കിടപ്പുണ്ട്. നമുക്ക് എങ്ങനെ ഈ ഒരു പ്ലഗിങ്സ് ഇതിലേക്ക് കൊണ്ടുവരാം എന്ന് നമുക്ക് നോക്കാം. അതിന് പോവേണ്ടത് ആദ്യം വിൻഡോയിലോട്ടാണ് കേട്ടോ. വിൻഡോ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് എക്സ്റ്റൻഷൻ മാനേജർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കണ്ടോ, നമ്മുടെ ഇതിൽ വന്ന എക്സ്റ്റൻഷൻ പ്ലഗിങ്സ് എല്ലാം ഇവിടെ ഇങ്ങനെ കാണും. അതിൽ ഇൻസ്റ്റാൾ എക്സ്റ്റൻഷൻ അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എവിടെയാണ് ഫോൾഡർ എന്ന് ചോദിക്കും. അപ്പോൾ നമുക്ക് ആ ഫോൾഡർ കാണിച്ചു കൊടുക്കണം. ഇതാണ് VS ഡോട്ടഡ് ലൈൻ എന്നാണ് നമ്മുടെ ആ ഒരു പ്ലഗിങ്സിൻ്റെ പേര്. .rbz, അതായത് .jpeg എന്ന് പറയും പോലെ തന്നെ .rbz എന്നുള്ള ടെയിലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലോട്ട് ഓപ്പൺ ആയി വരുള്ളൂ. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യുന്നു, ക്ലിക്ക് ചെയ്യുന്നു, ഓപ്പൺ ചെയ്യും. അപ്പോൾ നോക്കട്ടോ, VS ഡോട്ടഡ് ലൈൻ ഇവിടെ ആയിട്ടുണ്ട്. ഇത് ഇനേബിൾഡ് ആയിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ഇനി നമ്മൾ മുമ്പ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, ഡോട്ടഡ് ലൈൻ കൊടുക്കാൻ വേണ്ടി ലൈൻ കൊടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് എടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡിവൈഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുന്നു. ഇത് നമ്മളിങ്ങനെ ആക്കി കണ്ടോ, നമുക്ക് വച്ചതിന് ശേഷം ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. എറേസർ എടുത്തോ ഒക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇപ്പം നമുക്ക് ഇത് വേണ്ട, ഈ ലൈൻ വേണ്ട എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിപ്പം ഇങ്ങനെ കിടക്കണതുകൊണ്ട് നമുക്കിങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. അല്ലാതെ നമ്മളിപ്പോൾ ഒരു കബോർഡിലൊക്കെ ആ ഡോറ് തുറക്കുന്ന ആംഗിളൊക്കെ വരയ്ക്കുമല്ലോ, അങ്ങനെയൊക്കെ വരയ്ക്കുമ്പോൾ, അതായത് ഞാൻ ഒന്നുകൂടെ ഒരു കാര്യം കാണിക്കാം. നമുക്കിപ്പോൾ ഒരു ഷട്ടർ വരയ്ക്കാം. ഒരു ഷട്ടർ ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അളവൊന്നും വയ്ക്കുന്നില്ല, വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഷട്ടർ എങ്ങോട്ടാണ് ഓപ്പൺ ചെയ്യേണ്ടത്, അതിൻ്റെ ഹിഞ്ച് എങ്ങോട്ട് വരണം എന്നുള്ള. അപ്പോൾ എനിക്കിവിടെ ഹിഞ്ച് ഇവിടെയാണ് വരേണ്ടത്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണോ. അപ്പോൾ അത് നമ്മൾ ആ ഡ്രോയിങ്ങിൽ കാണിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മളിത് ഇങ്ങനെ ഒരു ലൈൻ ടൂൾ എടുത്തിട്ട് ഇത് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഹിഞ്ച് ഇവിടെയാണ് വരുന്നത്, ഇങ്ങനെയാണ് തുറക്കേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ വരച്ചാൽ പറ്റില്ല. നമുക്കിത് എന്ത് ചെയ്യണം, ഡോട്ടഡ് ലൈൻ കാണിക്കണം. അതിനെന്ത് ചെയ്യണം, നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ട് ഡിവൈഡഡ് എന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി, എന്നിട്ട് നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ എറേസ് ചെയ്ത് ആണ് നമ്മൾ ഡോട്ടഡ് ലൈൻ മുമ്പ് കൊടുത്തുകൊണ്ടിരുന്നത്. ഞാൻ മുമ്പ് നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതും അങ്ങനെയായിരുന്നു. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ക്ലയൻറ്റ് പറയുകയാണ്, എനിക്ക് ഇങ്ങനെ വേണ്ട, തിരിച്ച് മതി ഡോർ. അപ്പോൾ നമുക്ക് ഡ്രോയിങ്ങിൽ മാറ്റണമെന്ന് പറയുമ്പോൾ ഇതാ ഓരോന്നായിട്ട്, അതായത് ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്ത് മാറ്റണം. കണ്ടോ, അപ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ആ ഒരു പ്രശ്നം ഇതിൽ സോൾവ് ആയി കിട്ടും. അപ്പോൾ ഇതിൽ ചെയ്യാൻ പോണത് എന്താണ്, അപ്പം ഞാനിത് കളഞ്ഞു. എന്നിട്ട് ഒന്നേന്ന് ലൈൻ വരയ്ക്കുന്നു. ലൈൻ വരച്ചു വേണ്ട. ഇനി ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ റീപ്ലേസ് ബൈ ഡോട്ടഡ് ലൈൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിവിടെ ചോദിക്കും ഡോട്ട്
ഇവിടെ മെഷർമെൻറ്റ് കാണിച്ചിട്ടുണ്ട്. ലൈൻ പ്രോപ്പർട്ടീസിൽ ഡോട്ട് കൊടുത്തിട്ടുണ്ട്, സ്പേസ് ഉണ്ട്, സോഫ്റ്റ്വെയർ നിങ്ങൾ നോക്കണ്ട, സോഫ്റ്റ്വെയറിൻ്റെ ആവശ്യമില്ല. ഇതിൽ ഡോട്ടർ എന്നുള്ളതിൽ 0.2 മീറ്റർ, ഞാൻ മീറ്ററിലാണല്ലോ, ഞാൻ പറഞ്ഞില്ല ഞാൻ മീറ്ററിലാണെല്ലാം വരയ്ക്കുന്നത്. സ്പേസ് ആകുമ്പോൾ 0.05 സ്പേസ്, അതിൻ്റെ ഗ്യാപ്പുകളാണ് ഈ പറയുന്നത്. ഡോട്ട് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇടയ്ക്കുള്ള വര ആണ് ഡോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. സ്പേസസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, അതാണ് 0.05. സോഫ്റ്റ്വെയർ ഓക്കെ. സോഫ്റ്റ്വെയർ നമ്മളൊന്നും ചെയ്യേണ്ട, പിന്നെ നമുക്ക് ഓക്കെ കൊടുക്കാം. കണ്ടോ, ഡോട്ടർ ലൈൻ അവിടെ വന്നു. ഇത് ക്ലിക്ക് ചെയ്യുന്നുണ്ടോ, ഇത് ഗ്രൂപ്പായിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നു, ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. കണ്ടോ, ഗ്രൂപ്പായിട്ട് അങ്ങ് പോയി. ഒന്നുകൂടെ ബാക്കിലേക്ക് പോവാം. ഞാൻ ഇത് ക്ലിക്ക് ചെയ്തു, എന്നിട്ട് താഴെ റീപ്ലേസ് ബൈ ഡോട്ടർ ലൈൻ എടുക്കുന്നു. ഡോട്ട് 20 തന്നെ, സ്പേസ് വന്നിട്ട് ഞാൻ ഇതിലൊരു 7 അല്ലെങ്കിൽ 8 കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ടാപ്പ് ടൂൾ എടുത്ത് എടുക്കാം. കേട്ടോ, 8 സെൻറ്റിമീറ്ററാണ് ആ സ്പേസ്. ഡോട്ടർ എന്ന് പറയുന്നത് അതായത് 20 സെൻറ്റിമീറ്ററാണ് ആ ഡോട്ടർ. അപ്പോൾ കാര്യം മനസ്സിലായല്ലോ. ഇനി ഞാൻ നേരത്തെ വരച്ചതുപോലെ തന്നെ ഞാൻ ആ ഡോറിൻ്റെ ഓപ്പണിങ്ങും കൂടെ ഒന്ന് കാണിക്കുകയാണ്. റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഞാനൊരു ജസ്റ്റ് ഒരു ഷട്ടർ, മെഷർമെൻ്റ് ഒന്നുമില്ല, ഒരു ഷട്ടർ വരയ്ക്കുകയാണ്. വരച്ചു. ഇനി ഞാൻ ഡോറിൻ്റെ ഓപ്പണിംഗ് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഓക്കെ, ഞാൻ ഇത് രണ്ടിലും ഞാൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇത് അവിടെ റീപ്ലേസ് ബൈ ഡോട്ടർ ലൈൻ കൊടുത്തു. ഇത് 0.5 നേരത്തെ കിടന്ന പോലെ തന്നെ കിടന്നോട്ടെ, ഓക്കെ കൊടുത്തു. കണ്ടോ, ഇനി അയ്യോ ക്ലയൻറ്റ് പറഞ്ഞതനുസരിച്ച് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ കേട്ടോ, ഇത് ഇപ്പോൾ ഞാൻ ഇതിനെ മാറ്റുകയാണ്. കണ്ടോ, അത് ഓട്ടോമാറ്റിക് അത് ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഇതിനെ ഞാൻ അങ്ങോട്ട് നീക്കുന്നു, എന്നിട്ട് റൊട്ടേറ്റ് അടിക്കുന്നു. ഇതിനെ മൂവ് ചെയ്യിച്ച് ഇതിവിടെ കൊണ്ടങ്ങ് വെച്ചാൽ മതി. ഓക്കെ അല്ലേ, എന്ത് ഈസി. മറ്റാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഓരോ ലൈനായിട്ട് മാച്ചിട്ട് ഒന്നേന്ന് ചെയ്യേണ്ടി വരുമായിരുന്നു. ഈസി അല്ലേ. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? പ്ലഗിങ്സ് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലഗിങ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രാവൽ വ്യൂസിൻ്റെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് ഫയലിനകത്ത് ഞാൻ ഇത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കയറി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള പ്ലഗിങ്സും അതുപോലുള്ള കുറച്ച് മോഡൽസും എല്ലാം ഞാനിപ്പോൾ അതിനകത്തോട്ടൊക്കെ ഇടുകയാണ്. നിങ്ങൾക്ക് ഇതായിട്ട് അതിനകത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ആ ഫയലിനകത്ത് കയറി എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നൊരു ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.